തിരുവനന്തപുരം കുറ്റിച്ചൽ സ്കൂളിൽ വിദ്യാർത്ഥി ബെൻസന്റെ ആത്മഹത്യയിൽ സഹപാഠികൾ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും പരാതി നൽകും. പ്രിൻസിപ്പൽ, ക്ലാസ് ടീച്ചർ എന്നിവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് പരാതി. ബെൻസന്റെ ആത്മഹത്യയിൽ ഇവർക്ക് പങ്കുണ്ടെന്നാണ് സഹപാഠികളുടെ ആരോപണം. നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കുട്ടികളുടെ തീരുമാനം. റിനു ശ്രീധർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റിനു ശ്രീധർ, ഇന്നലെ തന്നെ പരീക്ഷ എഴുതാതെ കുട്ടികൾ പ്രതിഷേധിക്കാൻ ഒരുങ്ങിയതാണ്. രക്ഷിതാക്കളെത്തി അനുനയിപ്പിച്ചാണ് വിദ്യാർത്ഥികളെ പ്രതിഷേധത്തിൽ നിന്ന് മാറ്റിയത്. എന്തായാലും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരുമിച്ചാണോ പ്രിൻസിപ്പലിനും ക്ലാസ് ടീച്ചർക്കുമെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും ഒക്കെ പരാതി നൽകാൻ ഒരുങ്ങുന്നത്? അരുൺകുമാർ, തിരുവനന്തപുരം കുറ്റിച്ചൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബെൻസൺ എബ്രഹാം എന്ന് പറയുന്ന +1 വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ കണ്ടത്. ഇന്നലെ വിദ്യാർത്ഥികളെ അനുനയിപ്പിച്ച് ക്ലാസ്സിനകത്തേക്ക് കയറ്റിയെങ്കിലും അവർ പരീക്ഷ എഴുതുവാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളതാണ്. പരീക്ഷ എഴുതിയിട്ടില്ല. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിനും DGPക്കും അടക്കം പരാതി നൽകും എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്ന് തന്നെ ഈ പരാതി ഇമെയിൽ മുഖാന്തരം വിദ്യാർത്ഥികൾ ഒപ്പ് ശേഖരണം നടത്തിയിട്ടുണ്ട്. ആ പരാതി കൈമാറും എന്നുള്ളതാണ്. അതായത് പ്രിൻസിപ്പലും അതുപോലെ തന്നെ ക്ലാസ് ടീച്ചറും അടക്കമുള്ളവർക്കെതിരെയാണ് ഈ ഒരു പരാതി. ക്ലർക്കിനെ മാത്രം പുറത്താക്കിയാൽ പോരാ, ഈ പ്രിൻസിപ്പളും അതുപോലെ തന്നെ ക്ലാസ് ടീച്ചറായിട്ടുള്ള അനിലയും ഈ കുട്ടിയെ വളരെ പരസ്യമായി തന്നെ ഹരാസ് ചെയ്യുന്ന ഒരു ഇടപെടലുണ്ടായി. ഒപ്പം ഈ കുട്ടി മരിച്ചതിന് ശേഷം ഈ വീട്ടിലേക്ക് ക്ലാസ് ടീച്ചർ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല എന്നുള്ളതാണ്. പ്രിൻസിപ്പൽ പേരിന് മാത്രം വന്നു പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി എന്നുള്ളതാണ് ഈ കുട്ടികൾ വളരെ സങ്കടത്തോടു കൂടി പറഞ്ഞത് ഇന്നലെ. എന്തായാലും വളരെ വൈകാരികമായി തന്നെ നാട്ടിൽ ഈ രക്ഷകർത്താക്കളും ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. രക്ഷിതാക്കളുടെ ഒക്കെ തന്നെ സപ്പോർട്ട് കൂടിയാണ് ഈ വിദ്യാർത്ഥികൾ ഈ പരാതിയുമായി മുന്നോട്ട് പോകുന്നത്. ഈ രണ്ട് അധ്യാപകർക്ക്, അതായത് പ്രിൻസിപ്പൽ അതുപോലെ തന്നെ ക്ലാസ് ടീച്ചർ എന്നിവരെ കൂടി നടപടിയിൽ ഉൾപ്പെടുത്തണം, ഇവരെ പുറത്താക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇന്ന് തന്നെ ഈ വിദ്യാർത്ഥികൾ ഒപ്പുശേഖരണം നടത്തിയ പരാതി ഇമെയിൽ മുഖാന്തരം DGP അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി എന്നിവർക്ക് കൈമാറും. അരുൺകുമാർ. ഓക്കെ, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്.